നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള സിദ്ധാന്തത്തെ കുറിച്ചിട്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹിംസ എന്ന് പറയുമ്പോൾ നോൺ വയലൻസ് ഇൻ ട്രൂത്ത്, ഇൻ ഡീഡ്, ആക്ഷൻസ് ആൻഡ് തോട്ട്സ്. സ്നേഹം തന്നെയാണ് അഹിംസ. യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രവാഹം അതാണ് അഹിംസയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം. അഹിംസ എന്നുള്ള തത്വത്തിൽ കമ്പാഷനും ഉൾക്കൊള്ളുന്നു. ഞാൻ നോൺ വയലന്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യം, നോൺ വയലൻസ് മാനിഫെസ്റ്റ് ചെയ്യണം. എങ്കിലേ ഞാൻ നോൺ വയലന്റ് ആണെന്ന് പറയാൻ സാധിക്കും. നമ്മളൊരു മുറിയിൽ അടച്ച് ഇരിക്കുകയാണ്, ഞാൻ നോൺ വയലന്റ് ആണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഒരു കല്ല് നോൺ വയലന്റ് ആണെന്ന് പറയുന്ന പോലെയാണ്. നമ്മളെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും നോൺ വയലൻസ് മാനിഫെസ്റ്റ് ആകുമ്പോൾ നമ്മൾ നോൺ വയലന്റ് ആവും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാഷനുമായിട്ട് ലിങ്ക്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നിലകൊള്ളണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരവും നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും അതുപോലെ തന്നെ ആയി മാറണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കും. അതാണ് കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. ഈ കൺസ്ട്രക്റ്റീവ് വർക്കിൽ സാനിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശുചീകരണം, പരിസരം വൃത്തിയാക്കി വെക്കുക. ആദ്യം ശരീരം വൃത്തിയാക്കി വെക്കുക. നമ്മൾക്ക് രോഗങ്ങൾ വരാൻ പാടില്ല, നമ്മളിൽ നിന്ന് വേറെ ആൾക്ക് രോഗം പകരാനും പാടില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. പേരൻസ് കുട്ടികളെ എടുക്കാൻ പോകുന്നതിന് മുമ്പേ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് പോകും. അങ്ങനെ അവർക്കത് പിടിക്കാൻ പാടില്ല. ഞങ്ങൾ സർജൻസ് സർജറി ചെയ്യുന്നതിന് മുമ്പേ കൈയൊക്കെ വാഷ് ചെയ്ത് വൃത്തിയായിട്ടേ പോകുള്ളൂ. കാരണം മാസ്ക് ഇടുന്നു, രോഗിക്ക് ഒന്നും വരരുത്, ട്രാൻസ്മിറ്റ് ചെയ്യരുത്. അപ്പോൾ ആ തരത്തിലുള്ള സാനിറ്ററി പ്രിക്കോഷൻസ്, നല്ല പല്ല് വൃത്തിയാക്കിയിരിക്കുക, വായ വൃത്തിയായിട്ട് വെക്കുക, നമ്മളെ ദുർഗന്ധം വേറെ ആൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. നമ്മൾ വായയിലൂടെ രോഗങ്ങൾ പകരാം. വാക്കുകൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു, കോൺവെർസേഷനെ കുറിച്ച്. ഇത് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം സാനിറ്റൈസ് ചെയ്ത് വെക്കുമ്പോൾ, അതുപോലെ ശരീരം സാനിറ്റൈസ് വെക്കും, ഇത് ഒരുപാട് ചെലവുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ അത്ര വിലപിടിച്ച കാര്യമൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല
അപ്പൊ ഇതിന് നമുക്ക് മഹാത്മാഗാന്ധിജിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. മഹാത്മാഗാന്ധിജിയുടെ കോട്ടേജിലെ അദ്ദേഹത്തിന്റെ ക്ലെൻലിനെസ്സിനെ പറ്റി, സാനിറ്റേഷനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല മാസ്റ്റേഴ്സിന്റെയും ജീവിതം എങ്ങനെയാണ് അവർ ജീവിച്ചത്. ഒരുപാട് കോസ്റ്റ്ലി കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ടിരിക്കുക എന്നതിന് ഒരുപാട് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. അത് വലിയ തെറ്റിദ്ധാരണയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വൃത്തിയായിട്ടിരിക്കാൻ പറ്റും. വൃത്തിയും അതുപോലെ സാനിറ്റേഷനും ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുടെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, അല്ലെങ്കിൽ വലിയ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, അവിടെയൊക്കെ സാനിറ്റൈസ്ഡ് ആണ്. അവിടെ ടോയ്ലറ്റിലൊക്കെ ടോയ്ലറ്റ് ഹാസ് ബീൻ സ്പെഷ്യലി സാനിറ്റൈസ് ഫോർ യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ കിടക്ക സാനിറ്റൈസ്ഡ് ആണ് എന്ന് അവർ പറയുന്നു. നേരെ മറിച്ച് ഒരു സിമ്പിളായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് തോന്നുവേ ഇത് സാനിറ്ററി പ്രിക്കോഷൻ എടുത്തില്ല. നേരെ തിരിച്ചായിരിക്കും. പലപ്പോഴും സ്റ്റാർ ഹോട്ടൽസിൽ നിന്ന് രോഗങ്ങൾ പിടിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നും ഒന്നും സംഭവിച്ചൊന്നും വരില്ല. കാരണം അവരെ വൃത്തി അവർക്ക് ലഭിച്ച കാര്യത്തിൽ അവർ ഡെയിലി ക്ലീൻ ചെയ്യുന്നു. എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുണ്ട്, ഭക്തൻ അപ്പൻ എന്നാണ് വിളിക്കുക. അതായത് ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ഭക്തൻ അപ്പൻ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടേ നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് 2 ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു തോർത്തും ഒരു മുണ്ടും, പിന്നെ കൗബീനം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ പറയും എനിക്ക് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് ഒരു ദിവസം വൃത്തിയാക്കുന്നു, ഉണക്കിയിടുന്നു, അടുത്ത ദിവസം അത് എടുത്ത് കൊടുക്കുന്നു. പക്ഷെ വളരെ ക്ലീൻ ആണ്, ഒരു ദുർഗന്ധമില്ല, ഒന്നുമില്ല. സോപ്പ് ഉപയോഗിക്കില്ല, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ട് ശരീരം വൃത്തിയാക്കാൻ. അപ്പോൾ അത്ര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കും ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വൃത്തി എന്ന് പറയുന്നത് പൈസയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നേരെ മറിച്ചിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വൃത്തി തന്നെ ഉണ്ടാവില്ല, വായയിൽ വൃത്തി ഉണ്ടാവില്ല. നമ്മൾ പേഷ്യൻ്റെയൊക്കെ പരിശോധിക്കുമ്പോൾ വായ തുറക്കുമ്പോഴേക്കും അതീവ ദുർഗന്ധം ചിലപ്പോൾ വരുന്നതാണ്. പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. എവിടേക്കിടയ്ക്ക് ഇങ്ങനെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വൃത്തി ഉണ്ടാവില്ല. അതുപോലെ ടോയ്ലറ്റ് പോകുന്നുണ്ടാവില്ല. പിന്നെ നല്ല സ്മെല്ല് വരാനായിട്ട് സെന്റ് അടിക്കുകയാണ് മേത്തൊക്കെ. കുളിച്ച് വൃത്തിയാവുന്നതിന് പകരം മേത്തൊക്കെ സെന്റ് അടിക്കുക. സെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊന്നും സെന്റ് ഉപയോഗിക്കാറേ ഇല്ല. പൗഡർ സെന്റിന്റെ ആവശ്യമില്ല. നമ്മൾ വൃത്തിയായിട്ട് ഇരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയാണ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ് ഒക്കെ ഫ്ലറിഷ് ചെയ്യുന്നത്. സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാൻ തോന്നും. ആ മാതിരി ടോയ്ലറ്റ്സ് ഒക്കെയാണ് ചിലപ്പോൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ വൃത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലെൻലിനെസ്സിനാണ്. വേണ്ട രീതിയിൽ വൃത്തിയാക്കുക. അവിടെ മറ്റുള്ള ജീവികൾ കടന്നു വരാതെയാക്കുക. അവർ വന്നിട്ട് കൊല്ലുന്നതിനേക്കാൾ വരാതെയാക്കാൻ പറ്റും. അവിടെ അഹിംസയും അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അവരെ പ്രിവെന്റ് ചെയ്യുക. വരാൻ വൃത്തിയായിട്ട് ഇരുന്ന് അവർ വരില്ല. ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അപ്പൊ ഈ ഒരു ബോധം വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളില് ക്ലീൻ ആവണം. ഏതൊരു കൺസ്ട്രക്റ്റീവ് വർക്കിന് തുടക്കം ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് യജ്ഞഭാവത്തോടെ പ്രവർത്തിക്കണം എന്നാണ്. അങ്ങനെ യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുടെ പ്രവൃത്തികളൊക്കെ പ്യൂറാവും, പ്യൂരിഫൈഡ് ആവും. അപ്പൊ യജ്ഞഭാവത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു തരത്തിലും ഒരു അഹങ്കാരമില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ പ്രവർത്തിക്കുക. സിമ്പിളായിട്ടുള്ള വേഷം, സിമ്പിളായിട്ടുള്ള സംസാരം, സിമ്പിളായിട്ടുള്ള ജീവിതം. അതേസമയം ഹൃദയം വിശാലമായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നോളജ് സ്വീകരിക്കാൻ തയ്യാറാവും. എല്ലാ നിമിഷവും അവൈലബിൾ ആണ്. അവൈലബിലിറ്റി നമ്മൾ എപ്പോൾ നോക്കിയാലും ഒബ്സസ്ഡ് ആയിട്ട് ക്ലെൻലിനെസ്സിലും അതുപോലെ തന്നെ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, അവൈലബിൾ അല്ല. ഭഗവാൻ വന്ന് നിൽക്കുകയാണ്, നമ്മളിവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ടൈം ഉണ്ടാവില്ല, ഭഗവാന് വേറെ ജോലിയുണ്ട്, അങ്ങനെ ആലോചിക്കണം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടി നമ്മൾ ആലോചിക്കണം, ഇവിടെ ഭഗവാനാണ് വരുന്നത്. ഓരോ നിമിഷവും നമ്മൾ വൃത്തിയാക്കും. ആ ഒരു ബോധം നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. ഡിവിനിറ്റി കണക്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം ചെയ്യണം. കാരണം അത് ചെയ്യുന്നതിന് പ്രവൃത്തിക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് വർക്കിൽ സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ സാനിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവാക്കിയിട്ട് ബാക്കിയൊന്നിനും
സമയമില്ലാണ്ട് ആവരുത് എന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ ആവുക, ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ശരീരത്തോടെ മനസ്സോടെ അന്തരീക്ഷത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. കർമ്മം ചെയ്യുന്നത് സ്പിരിച്വൽ എലിവേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു തോട്ട് വേണം, ഇത് ഉയർച്ചയ്ക്ക് വേണ്ടി, മാനസികമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വേണം, അല്ലാതെ താഴാനുള്ളതല്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്, ഒരുപാട് ആർഭാടങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർക്കാണ് കടക്കാൻ തന്നെ പോലും. ചിലപ്പോൾ അത് സ്പിരിച്വാലിറ്റിന്ന് അകറ്റ് നിർത്തുക ചെയ്യുക, സിംപ്ലിസിറ്റിയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. ഇങ്ങനെയൊന്നും എനിക്ക് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വിഷമമുണ്ടാവും, ചിലപ്പോൾ കമ്പാരിസൺ വരും, ചിലപ്പോൾ ഇതുപോലെ ചെയ്യാനുള്ള ഒരു തോന്നൽ ഇവർക്ക് വരാം. അങ്ങനെയാണ് ആൾക്കാർ പൈസ ചെലവാക്കുന്നത്. അതേപോലെ എനിക്കും വേണം, അതേപോലെ സോപ്പ് എനിക്ക് വേണം, അതേപോലെ പൗഡർ വേണം. അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് ബാധ്യത നമ്മളിലെല്ലാം കൊണ്ടുവരും. വില കൂടിയ സാധനം വളരെ നല്ലതാണെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യബോധം നമുക്ക് വേണം. ലക്ഷ്യബോധം കറക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എപ്പോഴും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളായാലും എപ്പോഴും ക്ലിയർ ആവണം, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എൻ്റെ സ്പിരിച്വൽ എലിവേഷന് വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യണം, ഈശ്വരനെ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യണം എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം എന്നുള്ളത് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.